എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. യോനി മസാജിങ്ങിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. യോനി സ്ത്രീകൾ മസാജ് ചെയ്യുന്നത് കൊണ്ട് നിരവധി ഗുണങ്ങളാണ് ലഭിക്കുന്നത്. ലൈംഗിക സമയത്തുള്ള വേദന, അതുപോലെ തന്നെ ആർത്തവ സമയത്തുള്ള വേദനയിൽ നിന്നും, അതുപോലെ പെൽവിക് ഏരിയയിലെ മസിലുകളൊക്കെ നല്ല സ്ട്രോങ് ആയിരിക്കുവാനും, അത്തരം ഭാഗങ്ങൾ കൂടുതൽ സെൻസിറ്റീവ് ആയിരിക്കാനും, മൊത്തത്തിൽ യോനിയുടെ ഏറ്റവും നല്ല ആരോഗ്യത്തിനുമായി യോനി മസാജിങ് വളരെ നല്ലതാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, യോനി മസാജ് ചെയ്യുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ കൈകൾ വൃത്തിയായി കഴുകി തുടച്ചതിന് ശേഷം മാത്രം കഴുകുക. നിങ്ങളുടെ യോനി ഭാഗം, അതുപോലെ തന്നെ ക്ലിറ്റോറിയസിൻ്റെ സൈഡ്, യോനിയുടെ ഉൾഭാഗം അധികം ഉള്ളോട്ട് പോകണ്ട എങ്കിലും ചെറിയ രീതിയിലുള്ള ഉൾഭാഗം, ഇത്തരം ഭാഗങ്ങളിൽ നന്നായി നിങ്ങൾക്ക് വളരെ സോഫ്റ്റായി മസാജ് ചെയ്യാവുന്നതാണ്. ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങളുടെ യോനിയുടെ ഓവറോൾ ഹെൽത്തിന് ഏറ്റവും നല്ലതാണ്. അവിടെ കൂടുതൽ സെൻസേഷൻ ഉണ്ടാകുവാനും, അതുപോലെ തന്നെ നിങ്ങളുടെ പെൽവിക് ഏരിയയിലേക്ക് കൂടുതൽ ബ്ലഡ് സപ്ലൈ ഉണ്ടാകുവാനും ഇത് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് യോനി നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് നന്നായി നിങ്ങൾക്കിതുപോലെ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഓയിൽ മസാജിങ് നിർബന്ധമാണ് എങ്കിൽ നിങ്ങൾക്ക് ബദാം ഓയിൽ അല്ലെങ്കിൽ ഒലീവ് ഓയിലിൻ്റെ ഉപയോഗത്തിലൂടെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എങ്കിലും അമിതമായി ഉപയോഗിക്കാതിരിക്കുക. ഒലീവ് ഓയിലാണോ അല്ലെങ്കിൽ ബദാം ഓയിലാണോ നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ വളരെ കുറച്ച് മാത്രം, 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ഈ ലെവലിൽ മാത്രം കഴുകി നനച്ചതിന് ശേഷം, അഥവാ ഓയിൽ ഉപയോഗിച്ച് കഴുകി നനച്ചതിന് ശേഷം മാത്രം നിങ്ങളുടെ ആ ഭാഗങ്ങളിൽ നന്നായി മസാജ് ചെയ്യുക ശ്രമിക്കുക. അമിതമായുള്ള ഓയിൽ ഉപയോഗം അത്തരം ഭാഗങ്ങളിൽ നല്ലതല്ല. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയേക്കാം. അതുപോലെ തന്നെ വളരെ റിലാക്സ് ആയിട്ട് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരിക്കലും അത്തരം ഭാഗങ്ങളിൽ ഹാർഡായിട്ട് നിങ്ങൾ സ്പർശിക്കുവാനോ അതുപോലെ മസാജ് ചെയ്യുവാനോ പാടുള്ളതല്ല. വളരെ മൃദുവായ രീതിയിൽ മസാജ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ പങ്കാളി ഉണ്ടെങ്കിൽ പങ്കാളിയെ കൊണ്ട് ചെയ്യിപ്പിക്കാവുന്നതാണ്. ഇത് കൂടുതൽ ഉചിതമായിരിക്കും. കാര്യങ്ങൾ നിങ്ങൾക്ക് ഓരോന്നും നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ പങ്കാളി നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്തു തരികയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ ബെറ്റർ. പിന്നെ അടുത്തതായി പലരും ചോദിക്കുന്നത് ഏത് സമയത്താണ് ഏറ്റവും നല്ലതെന്ന്. ഇന്ന സമയമൊന്നുമില്ല. നിങ്ങൾക്ക് ഏറ്റവും നല്ല പ്രൈവസി എപ്പോഴാണോ ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് നന്നായി ചെയ്യാവുന്നതാണ്. ചിലപ്പോൾ കുളിക്കുന്നതിന് മുൻപാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രൈവസി എപ്പോഴാണോ ഉള്ളത് ആ സമയത്ത് നിങ്ങൾക്ക് നന്നായി ഇതുപോലെ യോനി മസാജിങ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുവരെ പരീക്ഷിക്കാത്തവർ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.